നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി ആരാധകർ കേരളത്തിൽ കൂടി വരികയാണെന്ന് പിണറായി വിജയനും സർക്കാരിനും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു സെൽഫി പോയിന്റ് സ്ഥാപിക്കാൻ ഒരിക്കലും LDF മുതിരില്ല എന്നും നമുക്കറിയാം. കേരളത്തിൽ മോദിയുടെ സെൽഫി പോയിന്റ് സ്ഥാപിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ നടപടി ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു. കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണെന്നാണ് പിണറായി വിജയൻ ഇതിന് പറയുന്ന വാദം. കേന്ദ്ര സർക്കാർ നടപടി ശരിയല്ലെന്നും നടപ്പാക്കാൻ വിഷമമാണെന്നും കേരളം അറിയിക്കുമെന്നാണ് സൂചന. റേഷൻ കടയ്ക്ക് മുന്നിൽ മോദിയുടെ സെൽഫി പോയിന്റ് കേരളത്തിൽ സ്ഥാപിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. ദീർഘകാലമായി റേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിന്റെ ഭാഗമായി റേഷൻ കടകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണിത് എന്നും ഇവർ പറയുന്നു. ഇക്കാര്യം കാണിച്ചുകൊണ്ട് ഇത് ശരിയല്ലെന്നും നടപ്പാക്കാൻ വിഷമമാണെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും പിണറായി വിജയൻ പറയുന്നുണ്ട്. ഏതായാലും ഈ സെൽഫി പോയിന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല, ഇതിനു മുമ്പ് തന്നെ പലയിടങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കേരളത്തിലെ സാധാരണക്കാരടക്കം ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നരേന്ദ്രമോദിക്ക് ജനപിന്തുണ കിട്ടുന്നുണ്ട് എന്ന് പിണറായി വിജയൻ അടക്കമുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സെൽഫി പോയിന്റ് സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ സ്ഥാപിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് പിണറായി വിജയന്റെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കുമോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കേരളത്തിലെ മന്ത്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം പേരുമാറ്റി ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേര് മാറ്റി പുതിയൊരു രൂപത്തിലാക്കി സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും അത്തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയും അത്തരത്തിൽ പലതും അവരുടേതാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ പ്രതിമയാണെങ്കിൽ ഒരു പക്ഷേ എല്ലായിടത്തും സ്ഥാപിച്ചേനെ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ. നമുക്കറിയാം, EP ജയരാജന് ഒരു പാട്ട് വന്നപ്പോൾ EP ജയരാജനെ സംബന്ധിച്ച് PJ ആർമി അതുപോലെ തന്നെ കണ്ണൂരിന്റെ ചന്താരകം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വന്ന സമയത്ത് എത്രമാത്രം അസ്വസ്ഥനായിരുന്നു പിണറായി വിജയൻ നമുക്കറിയാം. അതുമാത്രമല്ല, ശൈലജ ടീച്ചർ എങ്ങാനും രക്ഷപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച് ശൈലജ ടീച്ചർ കൊറോണ കാലത്ത് നടത്തിയ പത്രസമ്മേളനം ഹൈജാക്ക് ചെയ്ത് പിന്നീട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയതടക്കമുള്ള കഥകൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, മറ്റൊരു നേതാവിനെയും അംഗീകരിക്കാത്ത ഒരാളാണ് പിണറായി വിജയൻ. പിണറായി വിജയനെ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അത്തരത്തിൽ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം സ്വന്തം പാർട്ടിയോ പാർട്ടി നേതാക്കന്മാരെയോ പോലും വെച്ചു പൊറപ്പിക്കാത്ത പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അംഗീകരിക്കുക എന്നത് സാധ്യതയില്ല എന്ന് നമുക്ക് ഇവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.